ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തംബ്നെയിലും അതുപോലെ ടൈറ്റിലെല്ലാം കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലോ ബഡ്ജറ്റിൽ നല്ല ഹൈ സ്പെക്കുള്ള ഒരു കിടിലം പെർഫോമൻസ് ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി എന്നെ പോലെ മിഡിൽ ലെവൽ ഗെയിമേഴ്സിനെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു പി സി ആണിത്. അതുപോലെ തന്നെ എൻ്റെ പഴയ സി പിയുടെ ക്യാബിനറ്റിലും പിന്നെ 20,000 രൂപ ബഡ്ജറ്റിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ ഈ പി സി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓൺലൈൻ പ്രൈസിനേക്കാളും വളരെ ചീപ്പ് പ്രൈസിലാണ് എനിക്ക് ഗെയിമിംഗ് ഹട്ടിലെ ഫസൽ ബ്രോ ഇതിന്റെ പാർട്സ് എല്ലാം പർച്ചേസ് ചെയ്ത് തന്നത്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ഫസൽ ബ്രോ. ഓക്കെ, അപ്പോൾ എൻ്റെ പി സി ബിൽഡ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അതിൽ എൻ്റെ പി സിയുടെ സ്പെക്കും അതുപോലെ തന്നെ ഓൺലൈൻ പ്രൈസും ഞാൻ പർച്ചേസ് ചെയ്ത പ്രൈസും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ടൈം ലാപ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ വഴി കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അക്സസറീസോ കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ ലിങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഓൺലൈൻ പ്രൈസും അത് നമ്മൾ പറയുന്ന പ്രൈസും കൂടി കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഞാൻ പി സി ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്സ് ഇതൊക്കെയാണ്. AMD Ryzen 3യുടെ പ്രൊസസ്സർ, Asus Prime A320MK യുടെ മദർ ബോർഡ്, അതുപോലെ DDR4 റാം, അതുപോലെ ആൻടെക്കിന്റെ 450 വോൾട്ടിന്റെ പവർ സപ്ലൈ യൂണിറ്റ്, പിന്നെ അതുപോലെ തന്നെ 1 TB ഹാർഡ് ഡിസ്ക്. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് പ്രൊസസ്സർ Ryzen 3 3200G അതിൻ്റെ പ്രൊസസ്സറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 4 കോർ 4 ത്രെഡ് ഉള്ള പ്രൊസസ്സറാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് ക്ലോക്ക് വന്നിട്ട് 3.6 GHz ആയിരിക്കും. മാക്സിമം ബൂസ്റ്റ് ക്ലോക്ക് വന്നിട്ട് അപ് ടു 4 GHz വരെ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് വന്നിട്ട് AMD Radeon VGA 8 ഗ്രാഫിക്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വാറണ്ടി വന്നിട്ട് 3 ഇയർ കമ്പനി വാറണ്ടി തരുന്നുണ്ട്. ലോ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊസസ്സർ തന്നെയാണ് Ryzen 3യുടെ. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വന്നിട്ട് 8,282 രൂപയാണ്. ഞാൻ പർച്ചേസ് ചെയ്തത് 7,600 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഓക്കെ, അടുത്തത് Asus Prime A320MKയുടെ മദർ ബോർഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ മദർ ബോർഡ് ചൂസ് ചെയ്യാൻ കാരണം A320M സീരീസിലുള്ള മദർ ബോർഡല്ല, ഏറ്റവും ബെസ്റ്റ് മദർ ബോർഡാണ്. പിന്നെ ഗെയിമിങ്ങിന് നല്ല പെർഫോമൻസ് തരുന്ന ഒരു മദർ ബോർഡ് കൂടിയാണ് Asusന്റെ A320M സീരീസിലുള്ള മദർ ബോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ മദർ ബോർഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെമ്മറി വന്നിട്ട് മാക്സിമം 32 GB വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നല്ല സ്പീഡും കിട്ടും. പിന്നെ നോയ്സ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ മദർ ബോർഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മദർ ബോർഡ് പർച്ചേസ് ചെയ്തത് 4,500-നാണ്. അതുപോലെ തന്നെ ഓൺലൈൻ പ്രൈസ് വന്നിട്ട് 4,999 രൂപ. അത് പറഞ്ഞാൽ 5,000 രൂപയാണ് ഓൺലൈൻ പ്രൈസ്. അതുപോലെ റാം വന്നിട്ട് റിബ്ജാവ്സിൻ്റെ DDR4 മെമ്മറിയാണ്. 8 GB ആണ് ഞാൻ ഇപ്പം ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വന്നിട്ട് 3000 MHz വരെയാണ്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വന്നിട്ട് 4,000 റേഞ്ച് വരെ ഉണ്ട് പല സൈറ്റുകളിലും. ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3,500 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് PSC നോക്കാം. PSC മീൻസ് പവർ സപ്ലൈ യൂണിറ്റ്. ആൻടെക്കിൻ്റെ 450 വാട്ടിൻ്റെ പവർ സപ്ലൈ യൂണിറ്റാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓൺലൈൻ പ്രൈസ് വന്നിട്ട് 2,999 രൂപ. ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2,600 രൂപയ്ക്കാണ്. അതുപോലെ 1 TBയുടെ യൂസ്ഡ് ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് 2,000 രൂപ ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്, വിത്ത് 6 മന്ത് വാറണ്ടി. ഓക്കെ, ഇനി PC ബിൽഡ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ടൈം ലാപ്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ PC ബിൽഡ് ചെയ്യുന്നത് എൻ്റെ പഴയ CPയുടെ ക്യാബിനറ്റിലാണ്.
പ്രൊസസ്സർ വന്നിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പ്ലേസ് ചെയ്യുക. അതിൻ്റെ പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് നോക്കിയിട്ട് പ്ലേസ് ചെയ്യുക. അതുപോലെ മദർ ബോർഡിൽ കണക്ഷൻസിൻ്റെ നെയിം വന്നിട്ട് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ നെയിം നോക്കിയിട്ട് നമ്മൾ കണക്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അതിനുശേഷം പവർ സപ്ലൈ കൊടുത്തിട്ട് വർക്കിംഗ് ആണോ എന്ന് നോക്കുക. ഓക്കെ, നമ്മളുടെ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് വർക്കിംഗ് ആയിരിക്കും. ദെൻ അതിനുശേഷം നമ്മളുടെ മെമ്മറി മോഡ്യൂളെല്ലാം ആഡ് ചെയ്യുക. ഓക്കെ, എല്ലാം സെറ്റാണ്. ഞാൻ ഓൾറെഡി ഹാർഡ് ഡിസ്കിൽ OS എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗ്രാഫിക്സും പെർഫോമൻസ് എല്ലാം ഒന്ന് നോക്കാം. ഫോർസ ഹൊറിസോൺ 4 സെറ്റായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ GTA 5 എല്ലാം സെറ്റായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ലോ ബഡ്ജറ്റിൽ PC ബിൽഡ് ചെയ്താൽ എന്തായാലും കിടിലൻ പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ പിന്നെ ഇതിനെക്കാട്ടി ബെസ്റ്റായിട്ട് തോന്നുന്ന പാർട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അക്സസറീസോ പാർട്സോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലോ അല്ലെങ്കിൽ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ പ്രൈസും ഇതിൽ പറയുന്ന പ്രൈസും കൂടി കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തായാലും നമ്മുടെ ചാനലിൽ മോസ്റ്റ്ലി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.